ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, ഞങ്ങൾ എന്നത്തെയും കാഴ്ചവെപ്പ് ഇതാ കേട്ടോ. വെക്കേഷനോട് ചേട്ടന്മാരെപ്പോഴും പെങ്ങളുടെ കൂടെ തന്നെ കാണും. ഞാൻ താഴെ ഇറങ്ങി കുറച്ച് ഉലുവവെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ ഈ നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. അപ്പം പൊങ്കാലപ്പായസം കിട്ടിയിട്ടുണ്ട്. പൊങ്കാലപ്പായസം കണ്ടാൽ ഞാൻ ഡയറ്റൊക്കെ അന്നേ അങ്ങ് മറന്നു പോകും. അങ്ങനെ ആക്രാന്തം മുത്ത് കഴിച്ചതിൻ്റെ കേട്ടോ വായൊക്കെ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. ഞാൻ നേരെ കണ്ണപ്പൻ ഇറക്കേണ്ട മുകളിലോട്ട് പോയി കേട്ടോ. പിന്നെ നേരെ ചക്കി എറിയേണ്ടിരുന്നു. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഇല്ലായിരുന്നു. അങ്ങനെ കണ്ണപ്പനതോ ഉറക്കി കിടത്തിയാളാണ് ഈ കിടന്ന് കളിക്കുന്നത്. അച്ഛൻ എടുത്തുകൊണ്ട് വന്നാൽ കേട്ടോ. ഇപ്പോൾ അവൾ ഉറങ്ങാറേ ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ പരിപാടി തന്നെ അവളുടെ പുറകെ നടക്കല. ചക്ക ഞാൻ പിന്നെ അമ്മയെ ഏൽപ്പിച്ചായിരുന്നു. അമ്മ ചക്കയുടെ പരിപാടി നന്നായിട്ട് അവിടെ ചെയ്തു വെച്ചു. ചേട്ടന്മാരുടെ അടികൂടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെക്കേഷൻ ആയാൽ പിന്നെ ഇവിടെ അടികൂടൽ തന്നെ. എല്ലാ വീട്ടിലെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഇതൊക്കെ തന്നെയാണ് ഇവിടെയും. ഫുൾ ടൈം അടിയാണ്. എന്നാലും രണ്ടുപേരും നല്ല സ്നേഹമാണ് കേട്ടോ. അവരില്ലാതെ കാണാൻ നിൽക്കത്തുമില്ല. ഇല്ല, അണ്ണൻ തമ്പി സിനിമ പോലെ ഇവിടുത്തെ കാര്യം. പിന്നെ നമുക്ക് കുറച്ച് പോർക്കുണ്ടായിരുന്നു ഇന്ന്. പോർക്കിൻ്റെ പരിപാടി നമ്മുടെ ശ്രീകുട്ടാണ് കേട്ടോ. പോർക്ക് എനിക്ക് പണ്ടേ ഹറാമാം. ഞാൻ ആ പരിസരത്തോട്ടേ പോകാറില്ല. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ കണ്ണപ്പം കുറച്ച് ടെററുമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണപ്പൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ശ്രീകുട്ടി പോർക്കിൻ്റെ പരിപാടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തു വെച്ചു. യൂട്യൂബ് നോക്കിയൊരു റെസിപ്പിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ആശാൻ. കുറച്ച് റോസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു. അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞാൻ കഴിച്ചില്ലെങ്കിലും ടേസ്റ്റ് സൂപ്പറായിരുന്നു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദൂന് വലുതായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കുറേ പീസ് എടുത്ത് കഴിച്ചു. ഫസ്റ്റ് ടൈമാണ് കഴിച്ചതെങ്കിലും അവൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദിനേശേട്ടനും പറഞ്ഞു അത്യാവശ്യം നന്നതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോർക്കും ചക്കയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഉച്ചയോടെ അങ്ങ് പോയി. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.